ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ഇന്ന് ഏകദേശം 18ഓളം റിലീസുകളാണ് ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ആഗസ്റ്റ് മാസം 8-ാം തീയതി ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളൊരു കന്നഡ മൂവിയാണ്. ടിമ്മന മൊട്ടകളു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഫ്രഞ്ച് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് എ മദേഴ്സ് സ്പെഷ്യൽ ലവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് VR OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്, ഒരു തെലുങ്കു സീരീസാണ്. മൊത്തേവാരി ലവ് സ്റ്റോറി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഫസ്റ്റ് സീസണാണ്. 7 എപ്പിസോഡുകളാണ് ഇപ്പോൾ C5 തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. മറ്റു ഭാഷകളിൽ അടുത്ത ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത കലാഭവൻ നവാസ്, രഹ്ന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഇഴ എന്ന് പറഞ്ഞ സിനിമ. യൂട്യൂബിൽ, അതായത് റസ എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനലിൽ ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. സലക്കാർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ, ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പ്രെറ്റി തിങ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫൈൻഡിങ് നൈന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഏതു നേരത്താണാവോ എന്ന് പറഞ്ഞ സിനിമ. മാക്സിലാണ് ഈ സിനിമ OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ബൈഡ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഹിന്ദി ഭാഷയിൽ 2 ഓപ്ഷനിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മൂവിയാണ്. ഡയമണ്ട്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിൽ അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ട് ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ഹെബുലി കട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ടൊവിനോ തോമസ്, ഭാവന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു നടികർ എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിലൊക്കെ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ബഡ്മഷുലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETVിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ സിനിമ ഇപ്പോൾ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. അറേബ്യ കാതലി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് മൾട്ടി ഓഡിയോയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഈ സീരീസ് അവൈലബിൾ ആണ്. അടുത്തത് ഒരു മിസ്റ്ററി സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. യാതും അറിയാന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്ത കലയരശം പ്രധാന വേഷം കൈകാര്യം തമിഴ് സിനിമയാണ്. ട്രെൻഡിങ് എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മുടെ സുറി, സ്വാസിക, ഐശ്വര്യലക്ഷ്മി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മാമൻ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. C5 ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഓഹോ എന്താണ് ബേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് ആഗസ്റ്റ് മാസം 8-ാം തീയതി ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.